എൻ്റെ പേര് മിസ്സസ് എലിയാമ്മ സാമുവൽ കുഞ്ഞുമോളെന്നും അറിയപ്പെടുന്നു. ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിച്ചത് കവുങ്ങുംപ്രയാറ്റാണ്, ഒരു പബ്ലിക് സ്കൂളായിരുന്നു. അത് കഴിഞ്ഞ് ഹൈസ്കൂള് ഞങ്ങൾ വെണ്ണിക്കുളത്താണ് പഠിച്ചത്. ഞാൻ അത് യാക്കോബ സഭയുടെ സ്കൂളായിരുന്നു, സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ചേർച്ച് വെണ്ണിക്കുളം. അവിടുത്തെ സ്കൂളിലായിരുന്നു ഹൈസ്കൂൾ പഠിച്ചത്. അവിടെ 1.5-2 മൈലോളം നടന്നായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു, ആങ്ങളെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ എവരിഡേ നടന്നാണ് 2 മൈലോളം നടന്നാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ കവുങ്ങുംപ്രയാറ് വെണ്ണിക്കുളത്ത് നിന്ന് എങ്ങോട്ട് പോകുന്നു? തടിയൂർക്ക് പോകുന്ന ഭാഗമാണോ? അല്ല, തിരുവല്ലായ്ക്ക്. ഓ, തിരുവല്ലായ്ക്ക്. ഓ, ആറിൻ്റെ സൈഡിലോട്ട് പോകുന്ന, കോമളം സൈഡിലോട്ട് പോകുന്നത് അല്ലേ? ആഹാ, ഓക്കെ. നടന്നാണ് സ്കൂളിൽ പോകുന്നതൊക്കെ. കളരിയിലൊക്കെ പോയിട്ടുണ്ടോ? അന്ന് കളരി ഉണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? ആശാൻ പള്ളിക്കൂടോ കളരിയോ ഓലയിൽ എഴുതിയിട്ടുണ്ടോ? ആഹാ, അതിനെപ്പറ്റി എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം വളരെ രസമാണ്. ഒരു 3 വയസ്സുള്ളപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളെ സ്കൂളിൽ പോകുന്നപ്പോൾ എനിക്കും പോകണമെന്ന് പറഞ്ഞുള്ള നിർബന്ധം പിടിച്ച് അന്നേരം കൊണ്ട് സ്കൂളിൽ ചേർത്തന്നെ, കളരിയിൽ. 3 വയസ്സിൽ. എൻ്റെ ഉപ്പാപ്പന എനിക്ക് 2 വയസ്സ് കൂട്ടി പറഞ്ഞു കൊടുത്താണ് സ്കൂളിൽ ചേർത്തത്. ബിക്കോസ് അത്രയ്ക്ക് നിർബന്ധമായിരുന്നു എനിക്ക് പോകണമെന്ന്. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് വെണ്ണിക്കുളം അല്ല, കവുങ്ങുംപ്രയാറ്റുള്ള പ്രൈമറി സ്കൂളിൽ നടന്ന് പോയി. അന്നത്തെ ടീച്ചേഴ്സൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ളൊരു ടീച്ചറായിരുന്നു അവിടുത്തെ ഹെഡ് മാസ്റ്റർ. എൻ്റെ ഫാദറിൻ്റെ പേര് തോമസ് വർക്കി കൊച്ചുകുഞ്ഞെന്നറിയപ്പെടും. അമ്മച്ചിയുടെ പേര് മറിയക്കുട്ടിയായിരുന്നു. ചേന്നങ്കേരി. വീട്ടുപേര് ഞങ്ങളുടെ പാരുമണ്ണിൽ ഒരു വീട്ടിൽ. എൻ്റെ അമ്മച്ചിയുടെ വീട്ടുപേര് ചെറുകാട്ടുശ്ശേരിലെ ചേന്നങ്കേരി. അവിടെയാണ് ഞാൻ ആക്ച്വലി ജനിച്ചത്. പിന്നെ യു പി സ്കൂളിലോട്ട് പിന്നെ എവിടെയാണ് പോയത്? 1 വരെ 4 വരെ അല്ലേ കവുങ്ങുംപ്രയാർ പഠിച്ചത്? 5 വരെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെണ്ണിക്കുളം സെൻറ്റ് ബെഹനാൻസി വന്നു. അവിടെ 10 വരെ പഠിച്ചു. ഓ, അന്നത്തെ ഏതെങ്കിലും സാർമാരെ ഓർമ്മയുണ്ടോ? അവരെയൊക്കെ എങ്ങനെയാ മറക്കുക? ഏതെങ്കിലും ഒരു പേര്, വീട്ടുപേരോ അറിയാവുന്ന സാർമാരോ ഹെഡ് മാസ്റ്ററോ ഒന്ന് പറയാമോ? ജോയ് സാറുണ്ട്, മാത്യു സാറുണ്ട്. ജോയ് സാറ് അല്ല, മതി, അത് മതി, അത്ര മതി. അന്നൊക്കെ ഏത് സബ്ജക്റ്റ് ആയിരുന്നു കൂടുതൽ താല്പര്യം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? കണക്കോ സയൻസോ ഹിസ്റ്ററിയോ അങ്ങനെ വല്ലതും പറയാനുണ്ടോ? എനിക്ക് അങ്ങനെ ഇതൊന്നും പറയാനില്ല. പക്ഷെ എല്ലാത്തിനും ആവറേജ്, എല്ലാത്തിനും എബോ ആവറേജ് കിട്ടുമായിരുന്നു. ശരി. കാര്യം വീട്ടിൽ വരുമ്പോൾ ഒന്നും പഠിക്കാനൊന്നും അത്രയൊന്നും സൗകര്യം ഉണ്ടായിരുന്നില്ല. വരുന്നുണ്ടെ പശുവിന് പുല്ല് പൊടിച്ചു കൊടുക്കാനൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാലും സ്കൂളിലെല്ലാ സബ്ജക്റ്റിനും ഞാൻ നന്നായിട്ട്. ഏത് വർഷമാണ് അന്ന് 10ാം ക്ലാസ് SSC പാസ്സായതെന്ന് ഓർമ്മയുണ്ടോ? 10ാം ക്ലാസ് എന്ന് പറയുന്നത്, അത് 10ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് എൻ്റെ പേരൻസൊക്കെ മൈസൂരിന് മൂവ് ചെയ്തു. ഓ, ശരി. അപ്പോൾ ഒരു വർഷം ഞാൻ നേരണം കടപ്പുറ ഹൈസ്കൂളിൽ 1 വർഷം പോയി. ശരി. അപ്പോൾ അവിടെ നിന്നാണ് പരീക്ഷ എഴുതുന്നത്. 10ാം ക്ലാസ് പരീക്ഷ. അമ്മാമ്മ മൈസൂരിന് പോയില്ല? അല്ല, അത് കഴിഞ്ഞാൽ ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം പോയി. അവരെന്തിനാ മൈസൂരിന് പോയത്? അവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടായിരുന്നു പറഞ്ഞൊരു മൈഗ്രേറ്റ് ചെയ്ത. ശരി. എൻ്റെ അമ്മാച്ചന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മച്ചിയൊക്കെ അങ്ങോട്ട് പോയി. കർഷകരായിരുന്നു അവിടെ. കുറേ ഏക്കറൊക്കെ അവിടുത്തെ കൃഷികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ
എല്ലാം നല്ല. എൻ്റെ ഫാദർ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ പുള്ളി വളരെ കൃഷിക്കാരനായിരുന്നു. പുള്ളിക്ക് ഹീ കുഡ് കം ബാക്ക്. ഓ അത് ശരി. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ടാണ് പോയത്. ഓ അത് ശരി. അമ്മാമ്മയ്ക്ക് ഒത്തിരി ഫാമിലി ഉണ്ടായിരുന്നു. അമ്മാമ്മയ്ക്ക് എത്ര സഹോദരങ്ങളും സഹോദരിമാരാ? ഞങ്ങൾ 7 പേരുണ്ട്. എൻ്റെ അച്ചാച്ചനും അമ്മച്ചിക്കും 7 മക്കൾ. അതിൽ ഒരാളറിയാതിരിക്കുമല്ലോ, തമ്പി. അറിയാം, മൈസൂർ തമ്പി. അതെ അതെ. അവൻ എൻ്റെ നേരെയുള്ള ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അവൾ മരിച്ചുപോയി. ഇവിടെ ന്യൂയോർക്കിലായിരുന്നു. ബ്രസ്റ്റ് ക്യാൻസർ. രണ്ടാമത്തായിരുന്നു തമ്പി. മൂന്നാമത്തെ രാജു ഇവിടെ ഉണ്ട് ന്യൂയോർക്കിൽ. ഓ ശരി. നാലാമത്തെ ഓമന, അവൾ ഇവിടെ ഉണ്ട്. ഇവിടെ 5 സുശീല, അവള് ഇപ്പം ന്യൂജേഴ്സിയിലാണ്. പിന്നെ ഇളയത് റോയ്, അവൻ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് നാള്. പിന്നെ എൻ്റെ പേരൻസിനെയൊക്കെ നോക്കുന്ന കെയർ ഓഫിൽ നാട്ടിൽ പോയി. അവനങ്ങ് പോയി തിരിച്ചു പോയി. പുള്ളിയുടെ ഫാമിലി നാട്ടിലാണ്. മക്കളൊക്കെ? മക്കളും ഉള്ളതെല്ലാം നാട്ടിൽ തന്നെ, ബാംഗ്ലൂരിൽ. പിന്നെ ഹൈസ്കൂളിൽ എന്തെങ്കിലും രസകരമായ ഓർമ്മകൾ അന്നത്തെ കാലത്ത് എന്തെങ്കിലും ഉണ്ടോ? കലോത്സവങ്ങളോ ഉത്സവങ്ങളോ? ഇത് എന്നാ വാർഷികത്തിനൊക്കെ എന്തോ ഒരു വാരം ഉണ്ടല്ലോ, സേവനവാരോ? അല്ല, അതിനൊക്കെ വളരെ ഇതായിരുന്നു, ആക്റ്റീവായിരുന്നു. NSSൽ. അത് കഴിഞ്ഞ് ഹൈസ്കൂൾ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ മൈസൂറിന് പോയി. പിന്നെ അവിടെ കർണാടക പഠിച്ചോ? ഇല്ല. പിന്നെ 1 വർഷത്തോളം ഞാൻ അവിടെ താമസിക്കേണ്ടി വന്നു. താമസിച്ചു. കന്നഡ അറിയാവോ? കുറച്ചൊക്കെ മനസ്സിലായി. അന്നേരമൊക്കെ പറയായിരുന്നു. പിന്നെ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹിക്ക് പോയി. എൻ്റെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു അവിടെ. ഷീ വാസ് ദ മെയ്റ്റൻ ഓഫ് നേഴ്സിംഗ് സ്കൂൾ ഇതിൽ. അപ്പോൾ ഷീ ടുക്ക് മീ ദെയർ. അപ്പോൾ ഞാൻ ഡൽഹിയിൽ പോയി നേഴ്സിംഗ് പഠിച്ച്. ഷീ വാസ് മൈ സെക്കൻഡ് മദർ. ശരി. എത്രാമത്തെ വയസ്സിലാണ് ഡൽഹിക്ക് പോകുന്നത് ഓർമ്മയുണ്ടോ? 18 കഴിഞ്ഞു അപ്പോഴത്തേക്ക്. അന്നൊക്കെ നേഴ്സിങ്ങിനെ പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ എടുക്കുമായിരുന്നു. വേറെ പഠിക്കൊന്നും വേണ്ട. എൻ്റെ ആൻറ്റി ഉണ്ടായിരുന്നു അതിൻ്റെ വലിയ ഹെൽപ്പ്. ചിലരൊക്കെ എൻ്റെ കൂടെ പഠിച്ച പലരും ഉണ്ട് ഇവിടെ. തൊടുപുഴയിൽ നിന്നൊരു 5-10 പിള്ളേരുണ്ട് ഇവിടെ. ഇവിടെ തന്നെയുണ്ട്. അറിയില്ല, തൊടുപുഴക്കാരിലും അല്ല. എൻ്റെ വീട് കറക്കിച്ചാല, എനിക്കറിയില്ല. ഡൽഹിയിൽ 3 വർഷം പഠിച്ചു. 3.5 വർഷം പഠിച്ചു. 4 വർഷം ഉണ്ടായിരുന്നു. 4 വർഷം പഠിച്ചു നഴ്സിംഗ് കഴിഞ്ഞ് മിഡ്വൈഫറിയും കഴിഞ്ഞ്. അന്ന് ഹിന്ദി പ്രയാസം ഉണ്ടായിരുന്നോ? ആദ്യം ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് തൊട പറഞ്ഞല്ലേ? ഓക്കെ. ഡൽഹിയിൽ രസകരമായ എന്തെങ്കിലും അനുഭവം? അന്നൊക്കെ യാത്രകളൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു? നാട്ടിൽ നിന്ന് പോകുന്നതൊക്കെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ഓർമ്മയിലുള്ള 1-2 സംഭവങ്ങൾ. ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് എന്തോ അറിയാം, ഈ ഹിന്ദിയൊക്കെ അതെ വളരെ പ്രയാസമായിരുന്നു. പക്ഷേ ഓരോരുത്തടത്തും ദൈവം എന്നെ സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതി. കാത്ത് സൂക്ഷിച്ചു. അങ്ങനെ അന്നത്തെ ട്രെയിൻ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ കൽക്കരി വണ്ടിയാണല്ലോ. 3-4 ഇടത്തൊക്കെ മാറിയൊക്കെ അല്ലേ പോകുന്നത്? ജാൻസിയിലും ഒക്കെ ഇറങ്ങി കയറി, ഇട്ടാർസിയിലും ഒക്കെ മാറി അല്ലേ? ഓർമ്മയുണ്ടോ എന്തെങ്കിലുമൊക്കെ? എനിക്ക് എൻ്റെ ഒരു നാട്ടുകാരിയല്ല, കുറുപ്പന്തറക്കാരി ഒരു സ്ത്രീ 2 പേരുണ്ടായിരുന്നു. ശരി. അവരും ഈ പറഞ്ഞ ഒരു ഹാപ്പൻ ടു ബി they were also going to the same hospital I was going. അപ്പോൾ ട്രെയിനിൽ അങ്ങനെ ഒരിക്കലും കൂട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്കൊന്നും യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. അല്ല, ഒന്നും വളരെ അപൂർവ സന്ദർഭങ്ങളിൽ. അന്നേരം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ എൻ്റെ ആൻറ്റി വാസ് സപ്പോസ് ടു ബി ദെയർ. ഐ ലുക്ക്ഡ് അറൗണ്ട്. പുള്ളിക്കാരിയെ കണ്ടില്ല. പിന്നെ ഇവർ പറഞ്ഞു, കുഞ്ഞോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞങ്ങൾ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി ആൻറ്റിയുടെ ഹോസ്പിറ്റലിൽ കൊണ്ട് എന്നെ ഇവിടെ ഏൽപ്പിച്ചേച്ചാൽ പോയത്. അതിന് ഞാൻ ചെല്ലുന്നതിന് ഒരു 1/2 മണിക്കൂർ മുന്നേ പുള്ളി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് എന്നെ കാണാൻ വീട്ടിൽ വന്നിരിക്കുക. കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ നമുക്ക്, ഫോൺ വല്ലതും ചെയ്യാൻ. അതെ. ഇനിവേ പിന്നെ പുള്ളിക്കാരിയോട് കുറച്ച് നാൾ താമസിച്ച് എന്നിട്ടാണ് പുള്ളിക്കാരിയാണ് എന്നെ നഴ്സിങ്ങിന്
അഡ്മിഷൻ അത് പുള്ളിക്കാരി ഈ വില്ലിംഗ്ടണിലായിരുന്നു. നമുക്ക് അറിയാവൂ, വില്ലിംഗ്ടൺ ഹോസ്പിറ്റലായിരുന്നു ശ്വാസമേറ്റം. എനിക്ക് അഡ്മിഷൻ വാങ്ങിച്ച് കിട്ടിയത് ലേഡി ഹാർഡിങ് മെഡിക്കൽ കോളേജ്. ഓക്കെ. അവിടെ അന്നത്തെ ലേഡീസിൻ്റെ ഇതുള്ളത് ഒരു ഇതേ ഉള്ളായിരുന്നു. ശരിയാ. ഷീ ഹെൽപ്പ് മീ എ ലോട്ട്. ശരി. അങ്ങനെ അവിടെ പോയി ആദ്യമൊക്കെ പഠിക്കാനൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു. സയൻസ് ഒക്കെ, ഹിന്ദിയും സയൻസും. അതെ അതെ. പിന്നെ അനാറ്റമി ഒക്കെ വന്നപ്പോൾ കുറേയൊക്കെ പക്ഷേ എല്ലാം ജയിച്ചു. അങ്ങനെയൊക്കെ പാസ്സായി. ആ 3.5 വർഷം കൊണ്ട് അമ്മാമ 4 വർഷം. പിന്നെ ഡൽഹി പിന്നെ ജോലി വല്ലതും ചെയ്തോ? അത് കഴിഞ്ഞ് ബോണ്ട് വല്ലതും പാസ്സായി കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തോളം ഞാൻ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ കുറച്ച് നാൾ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് ജോലിക്ക് പോയത്? ഞാൻ പോയത് ENT ആയിരുന്നു. ENTയിലോട്ട്. അവിടുത്തെ മേറ്റനുണ്ടായിരുന്നു, അതെൻ്റെ ആൻറ്റിയുടെ ഫ്രണ്ടായിരുന്നു. പാസ്സായെന്ന് പറഞ്ഞാലും ഉടനെ എനിക്ക് ജോലി കിട്ടി. എന്നിട്ട് പുള്ളിക്കാരി അറേഞ്ച് ചെയ്ത് തന്നെ. എനിവേ അവിടെ ചെന്ന് അവിടെ എത്ര നാൾ ജോലി ചെയ്തു? ഓൾ ഇന്ത്യയിൽ ഒരു 1-2 വർഷത്തോളം കഷ്ടിച്ച്. അപ്പോഴത്തേക്ക് എനിക്ക് ഇവിടുന്ന് കാനഡയിൽ നിന്ന് ഞാൻ എഴുതുന്നുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകാനുള്ള. അവിടെ ഏത് പ്രോഗ്രാമിന് എങ്ങനെയാ വന്നത്? ഞാൻ ആക്ച്വലി ഇമിഗ്രൻ്റായിട്ട് തന്നെ കിട്ടി. ഓക്കെ. കാനഡയിൽ ഇമിഗ്രൻ്റായിട്ട് വരികയാണ്. പക്ഷെ അവിടെ പഠിക്കാനാണ് വരുന്നത്? അല്ല, ജോലിക്കാണ്. നേഴ്സായിട്ട് ജോലി കിട്ടി. RN വരികയാണ്. പരീക്ഷ ഇവിടെ വന്ന് അവിടെ വന്നൊരു 1-2 പരീക്ഷ എഴുതണമായിരുന്നു. പക്ഷേ എനിക്ക് അവിടുന്ന് കിട്ടിയാ വന്നത്. ആദ്യം കാനഡയ്ക്ക് തന്നെയാണ് വന്നത്? അതൊക്കെ പറഞ്ഞ യെസ്. I didn't have anybody to even take me from the airport. ഏത് സ്ഥലത്തോട്ടായിരുന്നു വരേണ്ടത്? ഞാൻ പോയത് മോൺട്രിയൽ, ടൊറൻറ്റോയിൽ തന്നെയാണ്. ഓക്കെ. ഡൗൺ ടൗണിൽ തന്നെ. ഓക്കെ. എനിക്ക് അന്നേരം പറയുന്ന പോലെ ഫ്രണ്ട്സൊന്നും ഇല്ല. പക്ഷെ എൻ്റെ കൂടെ ഓൾ ഇന്ത്യ ജോലി ചെയ്ത ഒരു പെണ്ണ് അങ്ങോട്ട് പോയിരുന്നു. ശരി. ആ റെഫറൻസ് ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് അവിടെ എങ്ങാണ്ടുണ്ടായിരുന്നു. അവിടെ എവിടെയാണെന്ന് അറിയില്ല. ശരി. അങ്ങനെ ഒരു നിലയിലാണ് പോകുന്നത്. എനിവേ അന്ന് എയർപോർട്ടിൽ ചെന്നിട്ട് ഓണസ്റ്റ്ലി ഐ ഡിഡ്ന്റ് ഈവൻ ഹാവ് എനിബഡി ടു റിസീവ് മീ. എന്നിട്ട് അവിടെ ചെന്ന് ഒരു എയർപോർട്ടിലൊരു സ്ത്രീയോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്നതാ സംഭവം, എനിക്ക് ഇന്ന ഹോസ്പിറ്റലിൽ പോകണം. അന്നേരം പറഞ്ഞു നീ എങ്ങനെയാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു അന്നേരം എന്താ നമുക്ക് ഗുരുത്വത്തിന് കുറച്ച് പൈസ നമുക്ക് കൊണ്ടുപോകാമായിരുന്നു. അങ്ങനെ പൈസ ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു അതിൻ്റെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ക്യാബ് എടുത്ത് അറേഞ്ച് ചെയ്ത് തന്നാൽ. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരു ഫ്രൈഡേ ഈവനിങ്ങിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഓർത്ത് നോക്കും, ഫ്രൈഡേ ഈവനിങ് എല്ലാവരും ക്ലോസ് ചെയ്ത് പോയി വീട്ടുകളിൽ. വീക്കെൻഡായി. നമുക്കത് വല്ലതും അറിയാമോ? അവിടെ ചെന്നേച്ച് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് അവിടെ നിന്ന് ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് ജോലി ചെയ്യുക. ശരി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതാ സംഭവം, എനിക്ക് ഇങ്ങനെ വേറെ ആരും ഇല്ല ഇവിടെ എന്ന് പറഞ്ഞു. അവർ പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ വന്നിട്ടുണ്ട്. അവർ പിന്നെ അഡ്രസ്സ് കണ്ടുപിടിച്ച് ക്യാബ് വിളിച്ചിട്ട് എന്നെ അങ്ങോട്ട് വിട്ടു. അത് എത്ര ദൂരം ഉണ്ടായിരുന്നു? വലിയ ദൂരം ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് അവളുടെ വീട്ടിൽ ചെന്ന് അവൾക്കാണെ ആ പടെ ഇത്രയും ഒരു റൂം മാത്രം ഉണ്ടായിരുന്നു. അന്ന് അവിടെ കുടിയേച്ച് പിറ്റേ ദിവസം എന്നോട് പറഞ്ഞിട്ട് സാരമില്ല നമുക്ക് ഒരിടത്ത് പോകാമെന്ന് പറഞ്ഞു. അവരുടെ നാട്ടുകാരിയുടെ ഞാൻ പറഞ്ഞു എന്നെ അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. അല്ല എന്നെ പരിചയപ്പെടുത്തി. പുള്ളിക്കാർ ജോലി ചെയ്യുന്നത് ട്രാൻസ്ജെൻഡറിലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ അവൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ സബ് തന്നെ എടുത്തിട്ട് തന്നെ ഹോസ്പിറ്റലിൽ ചെന്നു. അന്ന് ചെറുപ്പമാണല്ലോ, ഒരു 23 വയസ്സൊക്കെ അല്ലേ ഉള്ളൂ. 23 അങ്ങനെ പറയണ്ട. പൈസ എടുത്തു കൊടുത്ത് നമുക്കറിയാമോ എന്തൊക്കെയാണ്. ഒരു സബ് വൈക്കൊക്കെ ചെന്ന് കയറിയിട്ട്
ഡൗൺ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പ് ഡൗൺ കയറാൻ തുടങ്ങും. ഉം, ഉം, ഉം. ഇത് അങ്ങനെയൊന്നും വലിയ ഇതില്ലാതെ Difficulty ഹോസ്പിറ്റലിലെത്തി. എത്തി. ഹോസ്പിറ്റലിലെത്തി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ പുള്ളിക്കാരിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഉം, ഉം, ഉം. എൻ്റെ കൂട്ടുകാരി. ഉം, ഉം, ഉം. അപ്പോൾ അവൾ ലഞ്ചിന് വന്നേച്ചനോട് പറഞ്ഞു ഡോണ്ട് വറി എന്ന് പറഞ്ഞിട്ട് എന്നെ എന്നോട് പറഞ്ഞു യു ക്യാൻ കം ആൻഡ് സ്റ്റേ വിത്ത് മീ. ഓ അങ്ങനെ പറഞ്ഞു. ഓ അത് ശരി. ആ ഹാ ഹാ. അന്നേരം പിന്നെ പ്രശ്നമൊന്നുമില്ല ഉം, ഉം, ഉം. എന്ന് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ വണ്ടിയും കൊടുക്കുകയൊക്കെ ആയിട്ട് പോയി, അവരുടെ വീട്ടിൽ പോയി. മേരിക്കുട്ടി വാസ് എ ഗ്രേറ്റ് ഫ്രണ്ട് ഓഫ് മൈൻ. ഓ അത് ശരി. അവരൊക്കെ ഇപ്പോഴും അവിടെ തന്നെ കാനഡയിൽ തന്നെ ആണോ? ഉണ്ട്. അവർ അമേരിക്കയിൽ വന്നില്ല? ആ അത് ശരി. അങ്ങനെ പുള്ളിക്കാരിയുടെ കൂടെ ഫ്യൂ മന്ത്സോളം താമസിക്കുന്നതിന് മുന്നേ എൻ്റെ ക്ലാസ്മേറ്റും എൻ്റെ റൂംമേറ്റ് എന്ന് അവൾ റൂംമേറ്റായി ലില്ലി എന്ന് പറയുന്ന ക്ലാസ്മേറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളും വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ അപ്പാർട്ട്മെൻ്റ് ഒക്കെ എടുത്ത് ഹോസ്പിറ്റലിനടുത്തോട്ട് പോയി. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാവുന്നതൊക്കെ കംഫർട്ടബിൾ. നമുക്കറിയാം ഇവിടുത്തെ. അതെ അതെ. ആദ്യം വന്നപ്പോൾ പ്രയാസമായിട്ട് എന്താ തോന്നിയത്? ലാംഗ്വേജ് ആണോ ജോലിയാണോ എന്താണ്? അത് ഓൾ ടുഗദർ എവറിത്തിങ് വാസ് ടഫ്. പിന്നെ നമുക്കറിയാം അങ്ങോട്ടാ പോണേ, എന്താ ചെയ്യേണ്ടത്. അതെ. പിന്നെ ഓരോരുത്തർ ഇപ്പം എല്ലാവർക്കും നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കും. അതെ, മനസ്സിലായേ? പുള്ളിക്കാരി ടൊറന്റോയിലെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ബസ്സിനൊക്കെ ഇതുണ്ടായിരുന്നു, മെട്രോ അല്ലേ? സ്ട്രീറ്റ് കാർ എന്ന് പറയും. സ്ട്രീറ്റ് കാർ. ഓ ശരി. ഇങ്ങനെ ഈ ഇലക്ട്രിക് ഓ ഓക്കെ, ട്രാം പോലുള്ളത്. ഞങ്ങൾ താമസിച്ച് അപ്പാർട്ട്മെന്റ് എടുത്തിരുന്ന നോട്ട് ടു ഫാർ ഫ്രം ദ മെയിൻ ഇത്. അപ്പം ഞങ്ങൾക്ക് പിന്നെ അവിടുന്ന് പോകാൻ എളുപ്പമായിരുന്നു. പടിക്കലോട്ടിറങ്ങി ഒരു 1.5 ബ്ലോക്ക് നടക്കാമെങ്കിൽ മെട്രോ ട്രാം കിട്ടും. ഓ ശരി. അത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വരച്ച് അങ്ങനെ പോകുമായിരുന്നു. പിന്നെ എൻ്റെ റൂംമേറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ മാനേജ് ചെയ്തു. ഓ ഓക്കെ. അന്ന് ആ കാലത്തൊക്കെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വന്നപ്പോൾ ഈ ഡോളറിലോട്ടുള്ള ഈ എക്സ്ചേഞ്ച് ഒക്കെ അങ്ങനെ പ്രയാസമായിട്ട് തോന്നിയായിരുന്നു? അതോ? ഞാൻ കുറേ പൈസ കൊണ്ട് അങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് വന്നപ്പോൾ ഇത്ര ഡോളർ നമുക്ക് അവിടെ കെട്ടി വെച്ചിട്ട്. ഓ അത് ശരി. ഒരു സെക്യൂരിറ്റി ബോണ്ട് ഉണ്ടായിരുന്നു. അത്രയും പൈസ കൊണ്ടുവരണമായിരുന്നു. അങ്ങനെയൊക്കെ കൊണ്ടുവന്നത് കൊണ്ട് വലിയ പാട് വന്നില്ല ഞങ്ങൾക്ക് ആവശ്യത്തിന്. അതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ റീഫണ്ട് തരുമായിരുന്നു അവരെ? ഓ അത് ശരി. അപ്പോൾ പിന്നെ അത് എടുത്താണ് നമ്മൾ കാര്യങ്ങളൊക്കെ ആദ്യം കണ്ടത്. അമ്മാമ്മയ്ക്ക് അന്ന് ഫുഡിനൊക്കെ ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും തോന്നിയായിരുന്നോ അങ്ങനെ? അതോ ഇവിടുത്തെ വെസ്റ്റേൺ സ്റ്റൈലൊക്കെ? അതവിടെ ഹോസ്പിറ്റലാവുന്ന പ്രശ്നം. ഞങ്ങൾ ഡൽഹിയിലൊക്കെ കഴിഞ്ഞല്ലേ, അപ്പോൾ അന്നേരം വലിയ പ്രശ്നം ബുദ്ധിമുട്ട് വന്നില്ല. അന്നേരം പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഞാനും എൻ്റെ റൂംമേറ്റും അവൾ ടിപ്പിക്കൽ കേരള പേഴ്സണാണ്. ഓക്കെ. ഞങ്ങൾക്ക് പിന്നെ പ്രശ്നമില്ല, ഞങ്ങളെല്ലാം തന്നെ വാങ്ങിച്ചെല്ലാം കുക്ക് ചെയ്തു. അന്നേരം ആദ്യ ദിവസം കുക്ക് ചെയ്യാൻ പോയത് അതിൽ അവർ പറഞ്ഞു. എന്താണ് ഗ്യാസിൻ്റെ ഒക്കെയാണോ? അല്ല, എന്തോ ഇന്ന് കൂട്ടാൻ വയ്ക്കുന്നതെന്ന് ചോദിച്ചു, ലില്ലിയോട് ചോദിച്ചു. ലില്ലി പറഞ്ഞു എന്നെ കൂട്ടാൻ വയ്ക്കുന്നത് നമുക്കൊന്നും പിക്കിള് കണ്ടുണ്ട്, നമുക്ക് ഇച്ചിരി സമ്മന്തി എല്ലാം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അവൾ 2 മുളക് എടുത്ത് ചീനച്ചട്ടിക്കകത്തിട്ട് വറക്കാന്ന് പറഞ്ഞു. എൻ്റെ അമ്മോ അവിടെ എല്ലാം സ്മെല്ല് അല്ലേ, പുകയടിച്ച് എല്ലാവരും തുമ്മാൻ തുടങ്ങി കാണും അല്ലേ? അവർ കയറി വന്ന് മേലെ, ഞങ്ങൾ മേലത്തെ ഫ്ലോറിലാണ് ഞങ്ങൾ കയറി വെച്ചൊരു വിളിച്ചായിരുന്നു. അവർ ചോദിച്ചു യു ഗോയിങ് ടു ഡു ദിസ് അഗെയിൻ എവറി ഡേ ചോദിക്കുക ഞങ്ങളോട്. ഞങ്ങൾ പറഞ്ഞു സോറി, ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല, അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. അത് ശരി. അവരെ മുഴുവൻ പോയിച്ച് ഇത് ആക്കിയല്ലേ, അടിച്ചു. അന്ന് കാനഡ വന്നപ്പോൾ അമ്മാമ്മയ്ക്ക് പൊതുവെ ഇന്ത്യയിൽ ജോലി ചെയ്തോ അമേരിക്കയിൽ വന്ന് ജോലി കാനഡ വന്ന് ജോലി ചെയ്തതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ. പ്രകടമായ വ്യത്യാസം എന്തായിരുന്നു? കംഫർട്ടാണോ അതോ? ഇല്ല, കംഫർട്ടായിരുന്നു. ലാംഗ്വേജ് നമുക്ക് ഡൽഹിയിലൊക്കെ ആയിരുന്നുകൊണ്ട് ഇച്ചിരി കുറേയൊക്കെ പിടിയിരുന്നു. അതെ അതെ. മറ്റേ അല്ലെങ്കിൽ ബുദ്ധിമുട്ടി പോയാലും കേരളത്തിൽ നിന്ന് പ്രയാസപ്പെട്ടു പോയാൽ അത്ര ഇതുണ്ടായില്ല. പിന്നെ ആഹാരമൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അങ്ങ് ഇങ്ങനെ കൂട്ടുകാരുണ്ടായിരുന്നതുകൊണ്ട് അതെ അതെ
ഞങ്ങൾ അങ്ങനെ ഇത് ചെയ്തു അഡ്ജസ്റ്റ് ചെയ്തു. ആ ഹോസ്പിറ്റലിൽ എത്ര വർഷം ജോലി ചെയ്ത അമ്മ സത്യത്തിൽ? അവിടെ ട്രാൻഡറിനുള്ള 2 വർഷം ചെല്ലുവാണ് ജോലി ചെയ്തത്. പിന്നീട് അന്നേരം ഞാൻ നാട്ടിൽ പോയി കല്യാണം കഴിച്ചു. ഓക്കെ. അത് കഴിഞ്ഞ് തിരിച്ച് വേണ്ടായി വന്നേച്ച് അന്നേരമാണ് പ്ലാൻ ഇട്ടത് പിന്നെ അമേരിക്കയ്ക്ക് വരാൻ. ശരി. ആ കാര്യം നമുക്ക് അടുത്ത് പറയാവേ.